ഗായ്സ്, പുതിയൊരു കിഡ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ തകരപ്പറമ്പ് എന്നൊരു സ്ഥലത്താണ്. എൻ്റെ വണ്ടിയിലിരുന്ന സ്പീക്കർ അടിച്ചു പോയി ഗായ്സ്. അതുകൊണ്ട് ഞാൻ സ്പീക്കർ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കാക്കര കടയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് സ്പീക്കർ സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഗായ്സ് എൻ്റെ വണ്ടിയിലിരുന്ന സ്പീക്കർ. ഈ സ്പീക്കർ അത്ര പോരാ, കേൾക്കാൻ ഒരു പതർച്ചയെല്ലാം സൗണ്ടിലുണ്ട് ഗായ്സ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വെച്ച് തന്നെ ഈ സ്പീക്കർ കംപ്ലീറ്റ് കീറിയാണ് കടയിലോട്ട് കൊണ്ടുവരുന്നത്. ഇത് സബ് ഊഫറിൻ്റെ പേപ്പർ ഇട്ട് നമുക്ക് ഇതിനെ സബ് ഊഫറാക്കി എങ്ങനെ മാറ്റിയെടുക്കാം എന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ തകരപ്പറമ്പിൽ എത്തിയിരിക്കുകയാണ്. തകരപ്പറമ്പ് ജംഗ്ഷനിൽ തന്നെ ലെഫ്റ്റ് സൈഡ് അകത്തോട്ട് ഉള്ളിലോട്ടാണ് ഈ കട ഇരിക്കുന്നത്. ആർക്കും പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഒരു മൊബൈൽ കടയിലെ പിറകു സൈഡിലാണ് ഈ കട ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ കടയിൽ എത്തിയിരിക്കുകയാണ്. കാക്ക ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് സ്പീക്കറാണ് ഗായ്സ്, ഫുള്ള് സ്പീക്കർ എന്ന് പറഞ്ഞാൽ 2 ഇഞ്ച് 4 ഇഞ്ച് തൊട്ട് എത്ര ഇഞ്ചെന്ന് എനിക്ക് കണക്കൂട്ടാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് സ്പീക്കറുകളുടെ കളക്ഷൻ തന്നെയാണ്, വമ്പൻ കളക്ഷൻ. എല്ലാം ഇവിടെ സെയിലും ഉണ്ട്, അതുപോലെ തന്നെ സർവീസും ഉണ്ട്. പിന്നെ കടയുടെ പേര് പറയാൻ വിട്ടുപോയി, ബിസ്മി എന്നാണ് കടയുടെ പേര്. ഞാനിവിടെ വന്നപ്പോൾ കാക്ക ഒരു JBLൻ്റെ സ്പീക്കർ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യമണ്ട സാധനം, കിടുക്ക് ഐറ്റമാണ് കയ്യിലിരിക്കുന്നത് ഗായ്സ്. 12 ഇഞ്ചിൻ്റെ JBL എന്തോ കംപ്ലൈൻറ്റിനായിട്ട് ശരിയാക്കാൻ വന്നതാണ്. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളെ സ്പീക്കർ കൊടുത്ത് അതിൽ സബ് ഊഫർ സെറ്റ് ചെയ്യാം. അങ്ങനെ അവസാനം നമ്മുടെ സ്പീക്കർ സെറ്റ് ചെയ്യാൻ എടുത്തിരിക്കുകയാണ്. ആദ്യമായി തന്നെ അതിൻ്റെ വയർ കൊടുക്കുന്ന കണക്ഷനാണ് ആദ്യമായി സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പേപ്പർ ഇട്ട് ക്ലിയറാക്കി ഒറിജിനൽ സബ് ഊഫറാക്കി ചെയ്തെടുക്കാനാണ് പോകുന്നത്. നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കൊള്ളണം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. വീഡിയോ മുഴുവനായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യരുത്. പൊളി സാധനമാണ്. വീഡിയോയുടെ അവസാനം ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരുപാട് സ്പീക്കർ വിൽക്കാനുണ്ട് ഗായ്സ്. 12-ൻ്റെത് 10-ൻ്റെത് സബ് ഊഫർ, കിടുക്ക് സാധനമാണ്. ഒറിജിനൽ ഐറ്റം, ഒറിജിനലിനെ വെല്ലുന്ന റീമേക്ക് ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ആ സാധനങ്ങൾ ഒരുപാട് പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ വില വിവരങ്ങളും മറ്റുമെല്ലാം ഈ വീഡിയോയിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ പുള്ളിയുടെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ മതി. 100 രൂപ മുതൽ പേപ്പർ ഇടുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. സ്റ്റാർട്ടിങ് 100 രൂപ തൊട്ടാണ് ഇവിടെ പേപ്പറിന് തുടങ്ങുന്നത്. സംഭവങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞ് അറാൾഡേറ്റ് പശ വെച്ചാണ് ഇത് ഒട്ടിക്കാൻ പോകുന്നത്.
ഒട്ടിക്കലെല്ലാം കഴിഞ്ഞ് നേരെ ഇനി അടുത്ത ചൂടാക്കാൻ വെക്കുകയാണ്. ആ ബൾബിൻ്റെ വെട്ടത്തിലാണ് വെക്കുന്നത്. നല്ല ചൂടായി പെട്ടെന്ന് ഉണങ്ങോളും, ഇല്ലെങ്കിൽ ഇത് നല്ല താമസിക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകണമല്ലോ, അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ആ ബൾബിൻ്റെ അവിടെ വെച്ച് ചൂടാക്കിയെടുത്തത്. അത് കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് വയറ് സോൾഡർ ചെയ്ത് വയ്ക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ വയറ് സോൾഡർ ചെയ്യാൻ വേണ്ടിയാണ് ഈ പയ്യൻ്റെ കയ്യിൽ കൊടുത്തത്. നല്ല മനോഹരമായിട്ട് തന്നെ സോൾഡർ ചെയ്തു. അവസാനമായിട്ടുള്ള പരിപാടിയിലേക്കാണ് ഇനി പോകുന്നത്. അവസാനമായിട്ട് ഈ സ്പീക്കറിൻ്റെ നടുക്ക് വരുന്ന മറ്റേ ബ്ലാക്ക് സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പേര് എനിക്കറിയില്ല, ആ സംഭവം വയ്ക്കുകയാണ്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്പീക്കറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ അത് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് കാക്ക തട്ടി നോക്കുകയാണ്, നല്ല ബാസൊക്കെ ഉണ്ടോയെന്ന് തട്ടി നോക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടെ ഉണങ്ങിയിട്ടേ ഇന്ന് തന്നെ ഇടാൻ പറ്റൂല. ഒരു ദിവസം 24 മണിക്കൂർ ഈ പശ എല്ലാം ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തട്ടിയൊക്കെ നോക്കും, വല്ല കിലുക്കോ വൈബ്രേഷനോ എല്ലാം ഉണ്ടാകുന്നതാണ് ഈ തട്ടി നോക്കുന്നത്. അത് കഴിഞ്ഞ് പശ എല്ലാം ഒന്നും കൂടി പ്രസ് ചെയ്ത് ഒട്ടിച്ച് സംഭവം കിടുവാക്കി ഇറക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്പീക്കറിൻ്റെ ക്വാളിറ്റി ചെക്കിംഗ് പ്രോസസ്സാണ്. കൈകൊണ്ട് തട്ടിയും അമർത്തിയും ഒക്കെ സ്പീക്കറിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കുകയാണ്. ഇതാ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇതാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ഫൈനലായിട്ടുള്ള എല്ലാ വർക്കും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് 10 ഇഞ്ചാണ്. 10 ഡബിൾ മാഗ്നറ്റ്. ഇത് കോയിൽ ഇട്ട് പേപ്പർ ഇട്ട് കൊടുക്കുമ്പോൾ എത്ര രൂപയ്ക്ക് വെക്കും? നമുക്ക് ഇത് 2000 രൂപയ്ക്ക്. സബ് ഓഫർ തന്നെ. പിന്നെ കുറച്ചുകൂടി പേപ്പർ ക്വാളിറ്റിയും കോയിലിന്റെ ഇത്തിരി കൂടെ 4 ounce ആയിട്ട് വേണമെങ്കിൽ 8 ounce 4 ounce ആണെങ്കിൽ 2000 രൂപ, 8 ounce ആണെങ്കിൽ 2200. നല്ല ഇത്തിരി കൂടെ പേപ്പർ ക്വാളിറ്റി ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇത് 10 ഇഞ്ചിന്റെ ഊഫർ ഇതാണ് 2000. 2200. മറ്റേത് വന്നിട്ട് 400 വാട്ട്സ്. RMS 400 വാട്ട്സ് ആണ്. 400 വാട്ട്സ്. 350 മുതൽ 400 വാട്ട്സ് വരെ കൊടുക്കാം. നല്ല പക്ക മേൻ. ഇത് എത്ര? 10-12 ഇഞ്ച്. നല്ല വെയിറ്റ് ആണ്. നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ പേപ്പർ നല്ല കിടിലൻ പേപ്പറാണ്. പിന്നെ ഇതിന്റെ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണമുള്ള കമ്പിയാണ്. കമ്പി കണ്ടു കഴിഞ്ഞാൽ നല്ല കിടുക്ക കമ്പിയാണ്. ഇടിയൊക്കെ ഡുമ്മുടുമ്മനായിരിക്കും. പിന്നെ ഇടി തുളച്ച ഇടിയാണ്. നല്ല കമ്പനി അടി കൊള്ളാം. എന്തോ ഉണ്ടെങ്കിലും നല്ല ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആ വാട്സിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് 100 വാട്സ് വേണമെങ്കിൽ നമ്മൾ 100 വാട്സ് ശരിയായി ചെയ്യും. 200 ആണെങ്കിൽ 200 വാട്സ് ശരിയായി ചെയ്യും. 300 400 വാട്സിനനുസരിച്ച് മാഗ്നറ്റ് എല്ലാം ഉണ്ട്. ഇത് എത്ര റേറ്റ് വരും ഈ സ്പീക്കറിന്? ഇത് 400 വാട്സ് ആണ്. RMS 300 വാട്സ് മുതൽ 400 വാട്സ് 500 വാട്സ് വരെ കൊടുക്കാം. മാക്സിമം 500. RMS 400 വാട്സ് ഉണ്ട്. അതന്നെ. ഇത് വില എത്ര? വില വന്നിട്ട് 2800 ആണ്. 2800. 12 ഇഞ്ചല്ലേ? 12 ഇഞ്ച്. ഇത് കമ്പനി റേറ്റ് പോവാണെങ്കിൽ റേറ്റ് കൂടുതലാണ്. ഇത് നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ 2800 ഉണ്ട്. 2800. ഇത് കമ്പനികളൊക്കെ പോയി കഴിഞ്ഞാൽ 3500 മേലിൽ വരും. പേപ്പർ നല്ല ക്വാളിറ്റി ഉള്ള പേപ്പറാണ്. നല്ല കിടുക്ക് പേപ്പറാണ്. സ്റ്റിച്ചിങ് വരുന്നതാണ്. ഫോം നല്ല ബീഡിങ്
നല്ല പക്കായിട്ട് നിൽക്കും. അതായത് ഡബിൾ സ്ലൈഡറാണ്. ഒരു സ്ലൈഡർ ഇങ്ങോട്ട് ഇരിക്കുകയാണ്, താഴെ ഒരു സ്ലൈഡർ ഇരിക്കുകയാണ്, താഴെ ഒരു സ്ലൈഡർ ഇരിക്കുകയാണ്, മേലൊരു ഡബിൾ സ്ലൈഡറാണ്. എന്നാൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക നല്ല നല്ല ക്വാളിറ്റിയാണ്. വാട്സ് 800 വാട്സ് ഉണ്ടെങ്കിൽ രണ്ട് ഡബിൾ മാൻഡായിട്ട് കൊടുക്കും. ഒരു 600 800 ആണെങ്കിൽ 15 കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കാൻ നോക്കൂല. ചേട്ടന്റെ ഫീൽഡ് സ്റ്റാർട്ടിങ് എത്ര രൂപ വെച്ച് നിങ്ങൾക്ക് പേപ്പർ ഇടാം? സ്പീക്കർ ചെറിയ സ്പീക്കറൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ് എത്ര വെച്ചാണ് പേപ്പർ ഇടാൻ വേണ്ടി എടുക്കണം? സ്റ്റാർട്ടിങ് നമ്മൾ 100 രൂപ മുതലുണ്ട്. 100 രൂപ മുതലുണ്ട്. 100 രൂപ മുതൽ അങ്ങോട്ടുണ്ട്. എത്ര സമയം എടുക്കും ഒരു സ്പീക്കർ പേപ്പർ ഇട്ട് കൊടുക്കും? സർവീസ് ഒരെണ്ണത്തിന് എങ്ങനെയെങ്കിലും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ. എല്ലാ സ്പീക്കറും റിപ്പയർ ചെയ്യുന്നത്? എല്ലാം റിപ്പയർ ചെയ്യും. ഏത് സ്പീക്കർ ആവശ്യമുണ്ടെങ്കിൽ ഈ കടയിലോട്ട് വന്നാൽ മതി. ഏത് സ്പീക്കർ എന്ന് പറയുമ്പോൾ അതായത് ഇപ്പൊ മുമ്പൊക്കെ 2 ഇഞ്ച് 4 ഇഞ്ചൊക്കെ റെഡിയാകും. ഇപ്പൊ ആ ടൈപ്പ് പേപ്പർ ഒന്നും കിട്ടുന്നില്ല, ഫോയിൽ സൈസ് കിട്ടുന്നില്ല. മാക്സിമം ഉള്ളത് 4 ഇഞ്ച് സബ്വൂഫർ, 5 ഇഞ്ച് സബ്വൂഫർ, ഇങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുവരണമെങ്കിൽ റെഡിയാക്കാൻ പറ്റും. അല്ലാതെ 3 ഇഞ്ച് 2 ഇഞ്ച് ഒന്നും അല്ലാതെ 3 ഇഞ്ചിൽ ഫോം ടൈപ്പ് ആണെങ്കിൽ ഒട്ടിക്കാം. 3 ഇഞ്ച് ഫോം ടൈപ്പ് ആണെങ്കിൽ ഒട്ടിക്കാം. ഇവിടെ ഒരു പയ്യനുണ്ട്, ഇവനാണ് ഹെൽപ്പർ, മാസ്ക് വാട്ടർ. ഇവനാണ് ഇതിന്റെ പരിപാടിയൊക്കെ ചെയ്തു കൊടുക്കുന്നത്. കാക്കയുടെ നമ്പർ എന്തായാലും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ വിളിക്കും. കാക്ക കാര്യമായിട്ട് എന്താ ചെയ്തു കൊടുത്താൽ മതി. ഓക്കെ. പകടിവരോ മാന്യന്മാർ, രാവിൻ മറവിൽ കാലന്മാർ, നരഭോജികൾ മാപ്പുസാക്ഷി നീതി പീഠമന്ധന്മാർ. ചിറകുകൾ മുളയ്ക്കുവാൻ